സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ട്രാവൽ ഇംഗ്ലീഷ് ആയിരുന്നു. നമുക്ക് സഞ്ചരിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷന് വേണ്ട ഇംഗ്ലീഷാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിൽ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് കഴിയുമ്പോൾ, നമ്മളൊരു പുതിയ രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കടന്നു പോകേണ്ടത് ഈ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷനിൽ കൂടിയാണ്. എയർപോർട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന ഉത്തരങ്ങളിലൊക്കെ തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ആ രാജ്യത്തിനകത്ത് കയറാൻ വേണ്ടി സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇതിനെപ്പറ്റി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനകത്ത് ചോദിക്കേണ്ട ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കസ്റ്റംസും ഇമിഗ്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നായിരിക്കും. തീർച്ചയായിട്ടും ഈ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഗുഡ്സിനെയാണ് ഡീൽ ചെയ്യുന്നത് കസ്റ്റംസ്. അതുപോലെ തന്നെ മനുഷ്യനെ ഡീൽ ചെയ്യുന്നത് ഇമിഗ്രേഷനാണ്. നമ്മളോട് ഇമിഗ്രേഷനാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നു, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, ഇതൊക്കെ ചോദിക്കും. ഇതൊക്കെ തൃപ്തിയാണെങ്കിൽ മാത്രമേ അവരകത്തേക്ക് കിടക്കത്തുള്ളൂ. ഞാൻ ചില രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ കണ്ടിട്ടുണ്ട്, അതായത് അവരെ തിരിച്ചയക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്. ആദ്യമായിട്ട് കുറച്ച് വൊക്കാബുലറി പഠിക്കാം. ലഗേജ് വളരെ സിമ്പിളാണ്. ഞാൻ എഴുതാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാക്ക് പാക്ക് അല്ലെങ്കിൽ ഹാൻഡ് ലഗേജ് രണ്ടുമുണ്ട്. ഈ ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ തോളയിലിടുന്ന സഞ്ചിക്കാണ് ബാക്ക് പാക്ക് എന്ന് പറയുന്നത്. കയ്യിൽ പിടിക്കുന്ന ഹാൻഡ് ലഗേജ് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനിയിപ്പോഴും നമ്മൾ എക്സോട്ടിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ചെടി അല്ലെങ്കിൽ ഒരു മൃഗം, പ്രാണി, ഇതൊക്കെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നതിനാണ് എക്സോട്ടിക് സ്പീഷ്യസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഒരു സ്ഥലത്തെ ജീവികൾ, കേരളത്തിൽ മാത്രമുള്ള ജീവികൾ, അതിനെ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. കൊണ്ടുപോയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമുക്ക് തന്നെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ആഫ്രിക്കയിലുള്ള ഒരു തേനീച്ചയെ അമേരിക്കയിലേക്ക് ആരാണ്ട് കൊണ്ടുവന്നു. അതിനുശേഷം ആ തേനീച്ചകൾ ആ നേറ്റീവ്സ് ആയിട്ടുള്ള അവിടെ അമേരിക്കയിലുള്ള തേനീച്ചകളെല്ലാം കുത്തിക്കൊന്നു. അതിനുശേഷം ഈ തേനീച്ച ഭയങ്കരമായിട്ട് പെരുകയും, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോകും. അങ്ങനത്തെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊക്കെ എക്സോട്ടിക് സ്പീഷ്യസ് ആയിരുന്നു, ആരോ അതിനെ കൊണ്ടുവന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ അത് ഒരിക്കലും സമ്മതിക്കത്തില്ല അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി. ഓക്കെ, മറ്റൊന്നാണ് സ്മഗിൾ എന്ന് പറഞ്ഞാൽ കള്ളക്കടത്താണ്. സ്മഗ്ലർ കള്ളക്കടത്തുകാരനാണ്. ഇനിയിപ്പോഴേ വേറൊരു വാക്ക് ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബൂട്ട് ലെഗർ എന്ന് പറയാറുണ്ട്. ബൂട്ട് ലെഗർ, അപ്പോൾ നമുക്കറിയാമല്ലോ ഷൂ, നല്ല പൊക്കമുള്ള ഷൂവിനാണ് ബൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂട്ട് ലെഗർ എന്ന് പറഞ്ഞാൽ അതും കള്ളക്കടത്തുകാരനാണ്. പണ്ടൊക്കെ യൂറോപ്പിലൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ മദ്യം നിരോധിച്ചിട്ടുള്ള സമയത്ത് ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് മദ്യം അനധികൃതമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ ബൂട്ടിനകത്ത് വെച്ചായിരുന്നു. അതുകൊണ്ടാണ് ഈ ബൂട്ട് ലെഗർ എന്നുള്ള ആ പേര് വന്നത്. ബോഡി സ്കാനർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ദേഹത്ത് സ്കാൻ ചെയ്യുന്ന, നമ്മൾ ദേഹത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സ്വർണ്ണമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ നോക്കാനൊക്കെ ബോഡി സ്കാനർ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്നാണ് എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ വംശനാശം നേരിടുന്ന ജീവികൾക്കാണ് എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ബാൻഡ് ഗുഡ്സ്. അപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ചിലതൊക്കെ ബാൻ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് മുതലായ രാജ്യങ്ങളിലേക്കൊന്നും നമ്മൾ ഇവിടുത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ, കുരുവൊന്നും കൊണ്ടുപോകാൻ അവർ സമ്മതിക്കത്തില്ല. എന്നാ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു മാവ് അല്ലെങ്കിൽ ഒരു പ്ലാവിൻ്റെ ഒരു കുരു കൊണ്ടുപോവുകയാണ്. പ്ലാവിൻ്റെ കുരു കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി നടാമെന്നോർത്ത് നമ്മൾ കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ ഒരു കപ്പത്തണ്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ അതൊന്നും അവർ സമ്മതിക്കത്തില്ല. കാരണം എന്താണ്, അത് അവിടെ ഉള്ളൊരു സാധനം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊരു സാധനം അവർ കൊണ്ടുവരാനോ ഒരു ചെടിയോ ഒന്നും സമ്മതിക്കത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഡ്യൂട്ടി, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഡ്യൂട്ടി ഫ്രീ. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടാക്സ് എന്നാണ് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞോളൂ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഫ്രീ ഷോപ്പാണ്, അല്ലേ? അവിടെ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിനെ പറ്റി. അപ്പോഴേ നമുക്ക് ടാക്സ് അടയ്ക്കാതെ കുറച്ച് വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നതാണ്. മറ്റൊന്ന് ഡ്യൂട്ടി ഫ്രീ അലവൻസ് എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് കൊടുക്കാതെ നമുക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ ആകത്തുക. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ വെച്ചിട്ടുണ്ട് ഇത്ര രൂപയുടെ വരെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് നിങ്ങൾ പോവുകയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ സമ്മതിക്കുന്നവർ $4,000 വരെയുള്ള സാധനങ്ങൾ ചില സമയത്ത് കൃത്യമായിട്ട് അറിയത്തില്ല, ഇപ്പോൾ അവർ സമ്മതിക്കും. അതിന് മുകളിലാണെങ്കിൽ ചിലപ്പോൾ അവർ ടാക്സ് അടയ്ക്കാൻ പറയും. നിങ്ങളുടെ എത്ര രൂപയുടെ സാധനങ്ങളുണ്ട് മൊത്തത്തിൽ എന്ന് നമ്മോട് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോഴേ മാക്സിമം നമ്മൾ കുറച്ച് പറയുക, നമ്മളൊരു $1,000 എന്നൊക്കെ പറഞ്ഞാൽ അവർ ഓക്കെ എന്ന് പറയും. അല്ല, നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു $25,000 സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായി, അത് സ്വന്തം ആവശ്യത്തിനുള്ളതല്ല, അത് വിൽക്കാനായിരിക്കും. അപ്പോഴേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോഴതാണ്
ഓക്കെ, ഇനിയിപ്പോൾ സാധാരണ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. മേ ഐ സീ യുവർ പാസ്പോർട്ട് പ്ലീസ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ പാസ്പോർട്ട് ഒന്ന് കാണിക്കാം. ഷുവർ എന്ന് നമുക്ക് കാണിക്കാം. ഓക്കെ, വേർ ആർ യു കമ്മിങ് ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഓക്കെ, ഐ എം കമ്മിങ് ഫ്രം കേരള, ഇന്ത്യ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഐ എം കമ്മിങ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഡിഡ് യു ഫിൽ ഔട്ട് ദ കസ്റ്റംസ് ഫോം അല്ലെങ്കിൽ കസ്റ്റംസ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഈ ചില രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് വിമാനത്തെ വെച്ച് തന്നെ ഒരു ഫോം തരും. ആ ഫോമിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എത്ര രൂപയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഫോമിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോഴത് നമ്മൾ എയർലൈൻസിൽ വെച്ച് തന്നെ നമുക്ക് എയർ ഹോസ്റ്റസൊക്കെ നമ്മളെ കൊണ്ടുതരും, നമ്മളത് ഫില്ല് ചെയ്യണം. ഓക്കെ, അതാണ് ചോദിച്ചത്. നിങ്ങളത് ഫില്ല് ചെയ്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോഴിവിടെ ഡിക്ലറേഷൻ എന്നുള്ളത് സാധാരണ അമേരിക്കക്കാരെ ഡെക്ലറേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ട്രിപ്പ്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നിങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഇവിടുന്ന് ആൾക്കാർ ഗൾഫിലേക്ക് അല്ലെങ്കിൽ മലേഷ്യയിലേക്ക്, സിംഗപ്പൂരിലേക്കൊക്കെ ജോലി തേടി പോകാറുണ്ട് കേരളത്തിൽ നിന്നും, അല്ലേ? പക്ഷേ നമ്മൾ ഏത് വിസയിലാണെന്ന്, വിസിറ്റിംഗ് വിസ, ടൂറിസ്റ്റ് വിസ, ഇങ്ങനെയുള്ള വിസയിലൊക്കെയാണ് പോകുന്നത് സാധാരണ ആൾക്കാർ, അല്ലേ? ഇതിനകത്ത് നമ്മൾ ജോലി ചെയ്യാനുള്ള നമ്മുടെ ജോബ് വിസ ആയിട്ടല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറയാണ് ഞാനിവിടെ ജോബിന് വന്നതാണ്, പക്ഷേ നിങ്ങളുടെ വിസ ടൂറിസ്റ്റ് വിസ ആണെന്നുണ്ടെങ്കിൽ അന്നേരം അവർ നിങ്ങളോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നിങ്ങളെ തിരിച്ച് കയറ്റി വിടും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ജോലി തേടിയാൽ പോയെങ്കിൽ പോലും നിങ്ങളുടെ ആ വിസ എന്താണോ അത് മാത്രമേ നിങ്ങൾ പറയാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഐ എം ഹിയർ ഓൺ വെക്കേഷൻ. ഓക്കെ, ഞാനിവിടെ അവധി ആഘോഷിക്കാൻ വന്നതാണെന്ന് എൻ്റെ അർത്ഥം. ഓക്കെ, ഐ എം ഹിയർ ഓൺ ബിസിനസ്. ഓക്കെ, ബിസിനസ് വിസ ആണെങ്കിൽ ഞാൻ ബിസിനസ് പർപ്പസിന് വേണ്ടി വന്നതാണെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഐ എം വിസിറ്റിംഗ് മൈ റിലേറ്റീവ്സ്, അല്ലേ? എന്ന് പറഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സിനെ കാണാൻ വന്നതാണ്. ഐ ആം വിസിറ്റിംഗ് മൈ ഫ്രണ്ട്സ് ഒന്നും അത്ര അക്സെപ്റ്റബിൾ അല്ല എങ്കിൽ നമ്മൾ ഐ എം ഹിയർ ഓൺ ഹോളിഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ നമ്മളൊരു അവധി ആഘോഷത്തിന് വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് വാട്ട്സ് യുവർ ലൈൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ജോലി നമുക്ക് പറയാം ഐ എം എ വെബ് ഡിസൈനർ. ഓക്കെ, നമ്മൾ വർക്ക് വിസ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രം പറയാം, അല്ലേ? നമ്മളിപ്പോൾ നേഴ്സിങ്ങിന് പോയിട്ട് ഞാൻ വെബ് ഡിസൈനറാണെന്ന് അല്ല പറയേണ്ടത്. ഓക്കെ, ഐ എം എ നേഴ്സ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹൗ ലോങ് ഡു യു ഇൻറ്റൻഡ് ടു സ്റ്റേ? ഓക്കെ, നിങ്ങൾ എത്ര നാളാണ് ഇവിടെ നിങ്ങൾ താമസിക്കുന്നത്? നിങ്ങൾ എത്ര നാൾ താമസിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ വിസ നോക്കുക, അതിനകത്ത് ചിലപ്പോൾ 3 മാസത്തെ വിസയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം നമുക്ക് പറയാം. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾ പറയരുത്. ഓക്കെ, ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ഫോർ 3 വീക്സ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു ഞാൻ 3 ആഴ്ച മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മറ്റൊരു ചോദ്യം, വേർ വിൽ യു ബി സ്റ്റേയിങ്? ഓക്കെ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നുള്ളത്? ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം മലേഷ്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ് എന്താണ്? നിങ്ങളുടെ എത്ര രൂപയുണ്ട്? ഇങ്ങനത്തെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു. ഒരുപാട് പേര് തിരിച്ചയക്കുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താണ് ആ ഹോട്ടലിൻ്റെ പേര് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിന് വെളിയിൽ അവൻ കാത്തിരിക്കുന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഐ വിൽ ബി സ്റ്റേയിങ് ഇൻ എ ഹോട്ടൽ. ദ നെയിം ഓഫ് ദ ഹോട്ടൽ ഈസ് ദസ്. അല്ലെങ്കിൽ ഐ വിൽ ബി സ്റ്റേയിങ് ഇൻ താജ് ഹോട്ടൽ. ഉദാഹരണം പറഞ്ഞാണ്, അതിൻ്റെ അഡ്രസ്സും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. വാട്ട് ഈസ് യുവർ ഓക്യുപ്പേഷൻ? അപ്പോൾ ആദ്യം ചോദിച്ചത് തന്നെ നമ്മുടെ എന്താണ് ജോലി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഐ എം എ നേഴ്സ്, ഐ എം എ വെബ് ഡിസൈനർ, ഐ എം എ സോഫ്റ്റ്വെയർ കൺസൾട്ടൻറ്റ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് പറയാവുന്നതാണ്. ഡു യു ഹാവ് എനിത്തിങ് ടു ഡിക്ലെയർ? ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ കള്ളം പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും വെളിപ്പെടുത്താനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇനി സത്യം വെളിപ്പെടുത്താനെന്നുണ്ടെന്നല്ല, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്താനുണ്ടോ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ രൂപയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് അരിപ്പൊടിയുണ്ട്, അല്ലെങ്കിൽ മുളക് പൊടിയുണ്ട്. ഇതൊക്കെ നമ്മൾ അതിനകത്ത് എഴുതിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വെളിപ്പെടുത്തണം. അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മെഡിസിൻസ് ആയിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ആ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ തീർച്ചയായിട്ടും കരുതുക, അല്ലെങ്കിൽ അത് അവരെടുത്ത് കളയും. ഹാവ് യു എവർ ബീൻ ഹിയർ ബിഫോർ? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഈ രാജ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? നോ, ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഡു യു പ്ലാൻ ടു വർക്ക് ഹിയർ? ഓക്കെ,
വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളിവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൂറിസ്റ്റ് വിസയിലാണ് പോയത് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലാണ് പോയെന്നുണ്ടെങ്കിൽ ഡു യു പ്ലാൻ ടു വർക്ക് ഹിയർ എന്ന് ചോദിച്ചാൽ നോ എന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നോ എന്ന് പറയാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ അകത്ത് കയറാൻ സമ്മതിക്കില്ല. ഓക്കെ. ആർ യു ട്രാവലിംഗ് എലോൺ? നിങ്ങൾ ഒറ്റയ്ക്കാണോ ട്രാവൽ ചെയ്യുന്നത്? നോ, ഐ എം ട്രാവലിംഗ് വിത്ത് മൈ വൈഫ് ആൻഡ് 2 daughters. ഓക്കെ, നമ്മുടെ കയ്യിൽ കൂടെ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. കുഡ് യു ഓപ്പൺ ദി സൂട്ട് കേസ് ഫോർ മീ? ഓക്കെ, ഈ സൂട്ട് കേസ് ഒന്ന് ഓപ്പൺ ചെയ്യാവോ? അവർ ചിലപ്പോൾ അത് ചെക്ക് ചെയ്യും. ഓക്കെ. ഡു യു ഹാവ് എനി ഫാമിലി മെമ്പേഴ്സ് ഹിയർ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. അപ്പോഴും നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ പോയെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ദേ ആർ സ്റ്റേയിങ് ഇൻ മിഷിഗൺ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാം. ഓക്കെ. ഡു യു നീഡ് ആൻ ഇൻ്റർപ്രിറ്റർ? ഓക്കെ, അതായത് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ പരിഭാഷയെ ആവശ്യമുണ്ടോ, നിങ്ങളുടെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം യെസ് ഓഫ് കോഴ്സ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ആർ യു ഇമ്പോർട്ടിങ് എനി ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ടുവരുന്നുണ്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇമ്പോർട്ടിങ് എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും മിക്ക രാജ്യങ്ങളിലും ഇത് സമ്മതിക്കത്തില്ല. വെസ്റ്റേൺ കൺട്രീസിൻ്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. അവിടെയൊന്നും ഇത് സമ്മതിക്കത്തില്ല. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഒരു പഴമായിട്ട് പോയി ആ പഴത്തിൻ്റെ കുരുവിട്ട് നമ്മൾ വീണ്ടും അതിനെ മുളപ്പിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു കാരണവശാലും അത് നിങ്ങളെ അകത്ത് കൊണ്ടുപോകാൻ വേണ്ടി സമ്മതിക്കത്തില്ല. അപ്പോഴത് നമ്മളോട് കളയാൻ പറയും. ഓക്കെ. വാട്ട് ഈസ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനിടയ്ക്ക് ട്രാൻസിറ്റ് ആയിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വേറൊരു എയർപോർട്ടിൽ ഇറങ്ങി അടുത്ത എയർപോർട്ടിലേക്ക് പോകുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഇമിഗ്രേഷൻ ചോദിക്കും വാട്ട് ഈസ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് ചോദിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കുവൈറ്റിലേക്ക് പോവുകയാണ്, അപ്പോൾ നിങ്ങൾ ദുബായിൽ നിന്നാണ് കുവൈറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദുബായി വെച്ചാണ് നിങ്ങളോട് ഈ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം മൈ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈസ് കുവൈറ്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ. ഡിഡ് യു പാക്ക് യുവർ ബാഗ്സ് യുവർ സെൽഫ്? പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളാണോ നിങ്ങളുടെ ബാഗ് പാക്ക് ചെയ്തത്? സാധാരണ നമ്മൾ കുടുംബമൊക്കെ ഉള്ളവർ നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ അമ്മയോ ഒക്കെ ആയിരിക്കും നമ്മുടെ ബാഗ് ചിലപ്പോൾ പാക്ക് ചെയ്ത് അല്ലേ. പക്ഷേ ഈ ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ ബാഗിലുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യെസ് ഐ ഹാവ് പാക്ഡ് മൈ ബാഗ് എന്നാണ് പറയേണ്ടത്. ഞാനാണ് ഇത് പാക്ക് ചെയ്തെന്നാണ് പറയേണ്ടത്. ഓക്കെ, വേറെ ആരും പാക്ക് ചെയ്തെന്ന് നിങ്ങൾ പറയരുത്. പറഞ്ഞാൽ നിങ്ങളെ മൊത്തം തുറന്ന് നോക്കിപ്പിക്കും. ഓക്കെ. ഹാസ് യുവർ ലഗേജ് ബീൻ ഇൻ യുവർ പൊസഷൻ അറ്റ് ഓൾ ടൈംസ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലായിരുന്നോ നിങ്ങളുടെ ബാഗ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നോ, അതോ നിങ്ങൾ വേറെ വല്ലയിടത്തും വെച്ചിട്ട് വല്ലയിടത്തും പോയായിരുന്നോ, എങ്കിൽ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും സാധനം ഇട്ടോ എന്നറിയാൻ വേണ്ടിയാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യെസ് എന്നാണ് പറയേണ്ടത്. ഓക്കെ. ആർ യു ക്യാരിയിങ് എനിത്തിങ്? ഓക്കെ, നമ്മളോട് എന്ത് വേണമെങ്കിലും ആകാം ചോദിക്കുന്ന ക്യാരിയിങ് എനി ഫയർ ആംസ് ഓർ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, തോക്കോ അല്ലെങ്കിൽ തീ പിടിക്കുന്ന സാധനങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത്. സാധാരണ ഇതൊന്നും നമ്മളെ സമ്മതിക്കത്തില്ല അല്ലേ. ഹാസ് എനി വൺ ഗിവൺ യു എനിത്തിങ് ടു ക്യാരി ഓൺ ദ ഫ്ലൈറ്റ്? ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പിടിക്കാൻ വേണ്ടി ഒന്ന് പിടിക്കാവോ എന്ന് ചോദിച്ച് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെച്ച് തരുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇല്ലെന്നാണ് പറയേണ്ടത്. അപ്പോഴും മനസ്സിലാക്കുക. മറ്റൊരു ചോദ്യമാണ് ഹാവ് യു ലെഫ്റ്റ് യുവർ ലഗേജ് അൺഅറ്റൻഡഡ് അറ്റ് എനി ടൈം? ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, നിങ്ങൾ അൺഅറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വെക്കാതെ നിങ്ങൾ വല്ലയിടത്തും വെച്ചിട്ട് നിങ്ങളുടെ ബാഗ് വെച്ചിട്ട് വല്ലയിടത്തും പോയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും തീർച്ചയായിട്ടും നോ എന്നാണ് പറയേണ്ടത്. അതല്ല, നിങ്ങൾ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയണം കേട്ടോ. അവർ തുറന്നു നോക്കും. അപ്പോഴെന്തെങ്കിലും കണ്ടാൽ അത് എന്താണെന്നുള്ളത് നമ്മൾ പറയേണ്ട ഒരു, അല്ലെങ്കിൽ നമുക്ക് പറയാം someone has put this inside my bag എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഡു യു ഹാവ് എ കൺഫേംഡ് ഹോട്ടൽ അല്ലെങ്കിൽ ഹോസ്റ്റൽ ബുക്കിംഗ്? ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഹോട്ടൽ അല്ലെങ്കിൽ ഹോസ്റ്റൽ ബുക്കിംഗ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളോട് കാണിക്കാൻ പറയും. എപ്പോഴും നമ്മൾ ഇപ്പോൾ ടൂറിസ്റ്റ് വിസയിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ കാണും അല്ലേ. അല്ല ഞാൻ അവിടെ ചെന്നാൽ ബുക്ക് ചെയ്യുന്നു പറഞ്ഞാൽ അവർ മിക്കപ്പോഴും നിങ്ങളോട് സമ്മതിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിൽ അത് റെഡി ആയിട്ട് വേണം. ഓക്കെ. ഹൗ മച്ച് മണി ഡു യു ഹാവ്? ഓക്കെ, ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 99% രാജ്യങ്ങളിലും ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നതാണ്. നിങ്ങളിൽ എത്ര രൂപയുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഒരു മാസം ജീവിക്കാനുള്ള പൈസ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കാണും. അപ്പോൾ നമ്മൾ പറയാം ഐ ഹാവ് 50,000 rupees ഇൻ മൈ ഹാൻഡ്. ഓക്കെ. വേർ ആർ യു ഗോയിങ്?
നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേര് പറയാം. വിച്ച് കൺട്രി ആർ യു ഫ്ലൈയിങ് ടു. ഓക്കെ, നമ്മൾ തന്നെ ട്രാൻസിറ്റ് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി, ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെ ദുബൈയിൽ നിന്ന് നമ്മൾ കുവൈറ്റിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ എം ഗോയിങ് ടു കുവൈറ്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഹു ആർ യു ഗോയിങ് വിത്ത്, ഫ്രണ്ട്സ്, ഫാമിലി ഓർ അലോൺ. ഓക്കെ, നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നത്, ഒറ്റയ്ക്കാണോ അതോ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടൊക്കെ നമ്മളോട് അവർ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, വേർ ആർ യു ഗോയിങ് ടു സ്റ്റേ ഇൻ ദ കൺട്രി യു ആർ വിസിറ്റിംഗ്. ഓക്കെ, നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന കൺട്രിയിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ഈ ട്രാൻസിറ്റ് ഫ്ലൈറ്റിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട്, അതായത് ട്രാൻസിറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഇറങ്ങുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചിലരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ രാജ്യത്തേക്ക് കയറാനൊക്കെ ശ്രമിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് വേർ ആർ യു ഗോയിങ് ടു സ്റ്റേ ഇൻ ദ കൺട്രി യു ആർ വിസിറ്റിംഗ്. ഓക്കെ, നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന കൺട്രിയിൽ നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, ആ ഹോട്ടൽ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ തീർച്ചയായും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ വിസിറ്റ്, ഗോയിങ് ഫോർ വർക്ക് ഓർ ഹോളിഡേയ്സ്. ഓക്കെ, നമ്മൾ മുമ്പേ കണ്ട അതേ ചോദ്യം തന്നെയാണ് നമ്മളോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്, നിങ്ങളുടെ വിസിറ്റിൻ്റെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ വർക്കാണോ ഹോളിഡേയ്സ് ആണോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിസ അനുസരിച്ചുള്ള ഉത്തരം മാത്രം പറയുക. ജോബ് സെർച്ച് എന്നൊന്നും ഒരു കാരണവശാലും നിങ്ങൾ പറയരുത് ഹോളിഡേ വിസ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ടൂറിസ്റ്റ് വിസ ആയിട്ട് വന്നിട്ട് അതൊന്നും പറയരുത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കും. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊന്നാണ് നമ്മൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ളതാണ് ഒരു പട്ടി, ഒരു പ്രത്യേകതരം പട്ടി നമ്മുടെ എയർപോർട്ടിൽ നമ്മൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോഴതിനെ ഡിറ്റക്ഷൻ ഡോഗ് അല്ലെങ്കിൽ സ്നിഫർ ഡോഗ് എന്നാണ് പറയുന്നത്. പ്രത്യേകം പരിശീലിപ്പിച്ച പട്ടിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈവൻ അത് ക്യാൻസർ പോലും ഡിറ്റക്റ്റ് ചെയ്യും ഒരാൾക്കുണ്ടോ എന്നുള്ളതിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബാഗിനകത്ത് ഉറുമ്പ് അല്ലെങ്കിൽ ബെഡ് ബഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂട്ട, നമ്മൾ ഈ പിന്നെ കട്ട്ലയിലൊക്കെ ഉള്ള മൂട്ടയ്ക്കാണ് ബെഡ് ബഗ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രോക്രോച്ചസ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സ്, ഡ്രഗ്സ്, ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം നമ്മുടെ ബാഗിലുണ്ടോ എന്നൊക്കെ ഇതിന് മണത്ത് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുരയ്ക്കും. അപ്പോൾ ഞാൻ ഇന്നാളും പോയപ്പോഴും ഒരു സ്ഥലത്ത് കണ്ടതാണ്, അവിടെ അവരുടെ ബാഗിനകത്ത് ഉറുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഉറുമ്പുള്ളത് കൊണ്ട് അത് പട്ടി കുരച്ചു. അങ്ങനെ ബാഗ് വാങ്ങിച്ചു വെച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ സ്ഥലത്ത് എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമ്മൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴേ നമ്മുടെ ബാഗൊക്കെ പുറത്തിട്ട് നന്നായിട്ട് ഉണക്കി ഉറുമ്പൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ മറ്റു ഒരു പട്ടിയാണ്. അത് പറഞ്ഞപ്പോഴേ ഞാൻ സ്നിഫർ ഡോഗിനെ പറ്റി പറഞ്ഞപ്പോൾ ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ. ഡയബറ്റിക് അലർട്ട് ഡോഗ്. ഓക്കെ, അതായത് ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ചില പട്ടികളുണ്ട്. അപ്പോൾ സാധാരണ അമേരിക്കയിലൊക്കെ അങ്ങനെയുള്ളവർ ഈ പട്ടിയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഷുഗർ കൂടിയാൽ കുറഞ്ഞാൽ പെട്ടെന്ന് ആ പട്ടിക്ക് നമ്മുടെ മണത്തിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. അങ്ങനെ അത് പെട്ടെന്ന് അലേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പലതരം നായ്ക്കളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.